എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. വടക്കൻ കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ മലയോര മേഖലകളിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചു. കരിഞ്ചോല മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 7 പേർ മരിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയും NDRFും കോഴിക്കോട് ക്യാമ്പ് ആരംഭിച്ചു. തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാലവർഷക്കെടുതിയിൽ കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായി. ജില്ലയിൽ മരണം 4ആയി. അബ്ദുറഹ്മാൻ, ദിൽന, ജാസിം, ഷഹബാസ് എന്നിവരാണ് മരിച്ചത്. മരിച്ചവരിൽ 3 പേർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ, കരിഞ്ചോല പ്രദേശത്ത് 5 വീടുകൾ തകർന്നു. 3 വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലാണ്. 3 കുടുംബത്തിലുള്ളവരെ കാണാനില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കോഴിക്കോട് കട്ടിപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ജില്ലയിൽ 6 ഇടത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. പരിക്കേറ്റ 5 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകുന്നതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മഴ തുടരുന്നതിനാൽ വയനാട് ചുരം വഴിയുള്ള വാഹന ഗതാഗതം പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ UV ജോസ് അറിയിച്ചു. പലയിടത്തും ഡാമുകൾ തുറന്നു. പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ പറഞ്ഞു. അടിയന്തര ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഉണർന്നു പ്രവർത്തിക്കും. താലൂക്ക് തലത്തിലുള്ള കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. ഓരോ പ്രദേശത്തും ഇപ്പം ഞങ്ങളുടെ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദുരന്തങ്ങളെല്ലാം നടന്നിടത്ത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നത് ജനങ്ങളാണ്. 50 പേരാണ് ദുരന്ത നിവാരണ സേനയിലുള്ളത്. ആവശ്യമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സേനയും ജില്ലയിലെത്തും. റിപ്പോർട്ടർ, കോഴിക്കോട്. കേരളത്തിലെ മഴക്കെടുതി എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നു. ഡോക്ടർ CK രാജൻ കാലാവസ്ഥാ വിഭാഗത്തിലെ മുതിർന്ന പ്രൊഫസർ. അദ്ദേഹം കുസാറ്റിൽ അധ്യാപകനായിരുന്നു. പ്രൊഫസർ CM ജോയ് ശാസ്ത്രാധ്യാപകനാണ്. ഡോക്ടർ C ജയകുമാർ തണലിൻ്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാൾ. SK സജീഷ് DYFI നേതാവ് എന്നിവർ. ആദ്യം ഡോക്ടർ CK രാജൻ, എന്തൊരു മഴയാണ്, എന്തുകൊണ്ട് ഇത്ര മഴ? ഇന്നലെ 24 മണിക്കൂറിനിടെ മലപ്പുറം ജില്ലയിലെ 2 സ്ഥലങ്ങളിൽ 24 സെൻറ്റിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇങ്ങനെ അതിവർഷം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? കേരളത്തിൽ ഇത്തവണ മഴ വിചാരിച്ചതിൽ നിന്നും 2-3 ദിവസം മുമ്പേ തന്നെ തുടങ്ങി. അതുകൂടാതെ അറേബ്യൻ കടലിലും ബേ ഓഫ് ബംഗാളിലും താപനിലയിൽ വന്നിരിക്കുന്ന മാറ്റവും മറ്റ് കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുമെല്ലാം ഇത്തവണ കാലവർഷം വളരെ ശക്തമാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് തന്നെ കുറേയൊക്കെ അറിവുണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം ശക്തമാവുമെന്നും ഇവിടെ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നുള്ള കാര്യം അവർക്ക് പോലും അത്രത്തോളം തീർച്ചയായിട്ട് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. ഇതിനിടയ്ക്ക് ബോംബെയിലും മറ്റും ശക്തിയായ മഴ ഉണ്ടായി. എന്നിട്ട് അത് അഡ്വാൻസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നതിന് പകരം ഇവിടെ രണ്ടാമതൊരു വേവ് കൂടി വന്ന് അതാണ് ഇപ്പം സെക്കൻഡ് വേവാണ് കേരളത്തിൽ, ഈ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഇത്രയും ശക്തിയുള്ള മഴ കിട്ടാനുള്ള കാരണം. പിന്നെ 24 സെൻറ്റിമീറ്ററും 25 സെൻറ്റിമീറ്ററും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് സാധാരണ ഒരു 24 മണിക്കൂറിനകത്ത് കിട്ടാറുള്ളതല്ല എങ്കിലും ബോംബെയിലും മറ്റും സാധാരണ കിട്ടുന്നത് കഴിഞ്ഞ 3-4 കൊല്ലത്തിന് മുമ്പേ അവർക്ക് 100 സെൻറ്റിമീറ്ററിൽ കൂടുതലാണ് ഒരു ദിവസത്തെ മഴയായിട്ട് കിട്ടിയത്. വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. ഒരു നില കെട്ടിടത്തിൻ്റെയും മോൾ വരെയാണ് അവിടുത്തെ വെള്ളം കെട്ടി നിന്നത്. സ്കൂളുകളിലെല്ലാം കുട്ടികളെ രാത്രിയും പകലും അവിടെ തന്നെ താമസിപ്പിച്ച് 2-ാമത്തെയും 3-ാമത്തെയും നിലയിലാണ് താമസിപ്പിച്ചത്. അപ്പോൾ ആ രീതിയിൽ ബോംബെയിൽ ഉണ്ടാകുന്നത്, മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ബോംബെയിൽ ഇതൊരു സാധാരണ സംഭവമാണ്. ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാകാറുണ്ട്. ഇവിടെ ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതും പിന്നെ മല ഇടിഞ്ഞ് വീഴുന്നതും മറ്റും അതിനകത്ത് വലിയൊരു ലെവൽ വരെ നമ്മളും അതിനകത്ത് കാരണക്കാരാണ്. തീർച്ചയായിട്ടും ഞാൻ ആ പോയിന്റിനോട് യോജിക്കുന്നു. ശ്രീ CN ജോയ്, എന്തുകൊണ്ട് ഇത്രയും മഴ എന്നുള്ള ആദ്യത്തെ ചോദ്യം പോലെ തന്നെ പ്രധാനമാണ്. ഒരു മഴ പെയ്യുമ്പോഴേക്ക് നമ്മുടെ നാട് ഒലിച്ചു പോകുന്നു എന്നുള്ളത്, ഇത്ര ദാരുണമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്, മല ഇടിഞ്ഞ് വീട്ടിലേക്ക് വീണ ആളുകൾ അതിൽ സമാധിയായി പോകുന്നുണ്ട് എന്നുള്ളത്, കേരളം കണ്ണു തുറക്കേണ്ട സന്ദർഭം കഴിഞ്ഞില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിസ്ഥിതി ഫണ്ടമെൻ്റലിസം എന്ന് പറഞ്ഞ് തള്ളിയിരുന്ന കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചെടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള കെടുതികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ മഴ കൂടും എന്നുള്ളതും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇമ്പാക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും 2030 മുമ്പ് ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള തരത്തിലേക്ക്
ഈ കാലാവസ്ഥ വ്യതിയാനം പോകും എന്നുള്ള തരത്തിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് കേരള സർക്കാർ തന്നെ കിലയുടെ നേതൃത്വത്തിൽ UNDP ഒരു പുസ്തകം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള കെടുതികളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ത് ചെയ്യണം, ഒരു മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ ചെയ്യണം. ഇന്ന് അതൊന്നുമില്ല എന്ന് മാത്രമല്ല, എല്ലാ നിയമത്തിലും ഇപ്പോൾ കുന്നുകളും മലകളുമുള്ള ഹൈറേഞ്ച് ഏരിയയിൽ ഭൂവിനിയോഗ നിയമത്തിൽ എല്ലാ ചട്ടങ്ങൾക്കും വിടുതൽ കൊടുത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഖനനം നടത്താനായിട്ട്, കുന്നുകളില്ലാതാക്കാനായിട്ട്, വനനശീകരണം നടത്താനായിട്ട്, അതുപോലെ തന്നെ ചട്ടലംഘനം നടത്തി മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ് ഇപ്പോൾ ഷിംലയിൽ വരെ 11 മീറ്ററിൽ കൂടുതൽ കെട്ടിടത്തിന് ഉയരണ്ടാവാൻ പാടില്ല. പക്ഷേ കേരളത്തിൽ മൂന്നാർ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഈ പറയുന്ന വയനാട് ചെന്ന് കഴിഞ്ഞാലും അതിനേക്കാളും വലിയ കെട്ടിടങ്ങളാണ് നമ്മൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അപ്പം നിയമത്തിനൊന്നും ഒരു വിലയില്ലാതെ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഇങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ചെറിയ മഴയായാൽ പോലും ദുരിതമുണ്ടാവും എന്നുള്ളത് വളരെ ശരിയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും മഴയുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദുരന്തത്തിൻ്റെ ആക്കം 10 മടങ്ങായി വർദ്ധിക്കും. പ്രസക്തമായ കാര്യമാണ്, ഞാൻ യോജിക്കുന്നു. ഡോക്ടർ സി ജയകുമാർ, ഇവിടെ ശരിയാണ്, മനുഷ്യനിർമ്മിതമായ അംശങ്ങൾ ഈ ദുരന്തത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പങ്കുവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കാലാവസ്ഥ, ഇവിടെ മഴയുടെ പാറ്റേൺ മാറുന്നു എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഇതിനോടകം കിട്ടേണ്ട മഴയേക്കാൾ 50% അധികം കിട്ടി എന്ന് പറയുന്നു. കാലാവസ്ഥാ വിഭാഗമാണ് എങ്കിൽ അനിതര സാധാരണമായ മഴ കൂടുതൽ ഉണ്ടായതിനെക്കുറിച്ച് സംസാരിക്കുന്നു. 15 ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്തു എന്നാണ് വടക്കൻ ജില്ലകളെ എടുത്താൽ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളെ എടുത്താൽ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വിശദമായൊരു പഠനത്തിന് വിധേയമാക്കേണ്ടി വരില്ലേ? എനിക്ക് തോന്നുന്നു അഭിലാഷ്, ഒരു കാര്യമുള്ളത്, കഴിഞ്ഞൊരു 10 വർഷത്തോളമായിട്ട് കേരളത്തിലും ശാസ്ത്ര സമൂഹത്തിൻ്റെ ഇടയിലും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ കാലാവസ്ഥയുടെ ഇതിൽ പ്രത്യേകിച്ച് മഴയുടെ പാറ്റേൺസിൽ ഉണ്ടായിട്ടുള്ള ചില ചേഞ്ചസ്. ഒരു ഡ്രോപ്ലെറ്റ് ഡെൻസിറ്റി വലുതാവുന്നു, അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് സൈസ് കൂടുന്നു, മഴയുടെ ഫ്രീക്വൻസി വല്ലാതെ മാറുന്നു, അതിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നു. നമ്മളിപ്പോൾ ഈ വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ 5000-6000 മില്ലിമീറ്റർ മഴ ഒരു വർഷത്തിൽ പെയ്യുന്ന സ്ഥലങ്ങളിലാണ്. പക്ഷെ നമുക്കിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു ദിവസത്തിലൊരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 200% കൂടുതൽ മഴ ഈ ഒരു ചെറിയ സ്പെല്ലിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ 2-3 കാര്യങ്ങളും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് കാണേണ്ടതുണ്ട്. ഒന്ന്, കേരളത്തിൽ കഴിഞ്ഞ വർഷം ഒരു ചെറിയ വരൾച്ച, ഈ വേനൽ കഴിഞ്ഞ് വരുമ്പോഴുണ്ടായിട്ടുള്ള ഒരു താരതമ്യേന വരണ്ട മണ്ണ്, അതിലുള്ള ജൈവ അംശങ്ങൾ വളരെ കുറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു മഴ വരുമ്പോഴേക്കും ആ വെള്ളത്തെ വലിച്ചെടുത്ത് കൂടുതൽ ഒരു മാസമായിട്ട് ലാൻഡ് സ്ലൈഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുന്നു. അത്തരത്തിലുള്ള വലിയ സാധ്യതകൾ നമ്മൾ അവിടെ നിൽക്കുന്നുണ്ട് ഒരു സൈഡിൽ. തീർച്ചയായിട്ടും മഴയുടെ പാറ്റേൺസിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂട്ടുന്നുണ്ട്, അതിൻ്റെ ആക്കം കൂട്ടുന്നുണ്ട്, അതിൻ്റെ ആഘാതം കൂട്ടുന്നുണ്ട്. പക്ഷെ മറുവശത്ത് കഴിഞ്ഞൊരു 20 വർഷമായിട്ട് കേരളത്തിൻ്റെ കിഴക്കൻ മേഖലകൾ, തീരദേശ പ്രദേശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള ഭൂവിനിയോഗത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നിയമങ്ങളിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ തന്നെ വകവയ്ക്കാതെയുള്ള ഇടപെടലുകൾ, പലതരത്തിലുള്ള ഇടപെടലുകളിൽ ഭൂമിയുടെ വിനിയോഗം വല്ലാതെ മാറിപ്പോവുകയും, പിന്നെ എനിക്ക് തോന്നുന്നു ഇൻറ്റൻസിറ്റി ഓഫ് ആൾക്കാർ, നമ്മുടെ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഈ മലയോര മേഖലകളിലൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. അതേ അവസരത്തിൽ നമുക്ക് അതിന് കൊടുക്കേണ്ടുന്ന ഒരു പാരിസ്ഥിതിക പരിഗണനയും അതിനുള്ള ശ്രദ്ധയും കൊടുത്തിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ SK സജീഷ്, ഈ മലയോര മേഖലകളിൽ അതിവർഷം ഉണ്ടാകുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാവുക, ഉരുൾപൊട്ടലുണ്ടാവുക എന്നുള്ളത് അപൂർവമൊന്നുമല്ല. എല്ലാ വർഷങ്ങളിലും നമ്മുടെ നാട്ടിൽ ഈ ഏരിയകളിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലം എന്നുള്ളതല്ല, മലയോര മേഖലകളിൽ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഈ തിരുവമ്പാടി മേഖലയെ സംബന്ധിച്ച്, തിരുവമ്പാടി മുതൽ മുക്കം, താമരശ്ശേരി ഈ പ്രദേശങ്ങളിലൊന്നും ഇത്ര വലിയ ഒരു അവസ്ഥ മുൻപുണ്ടായിട്ടില്ല എന്ന് ആ നാട്ടുകാർ പറയുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ തവണ ഈ മഴ ലഭിച്ചപ്പോൾ ഇത്രയും മോശമാകാൻ കാരണം? അനിയന്ത്രിതമായ ഖനനം, അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണം, ഇവിടെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് കാരണമായി ഒരു വാട്ടർ സംഭരണിയുടെ നിർമ്മാണം പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ
ഈ കാര്യങ്ങളൊക്കെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ താങ്കൾക്കുണ്ടോ? താങ്കൾ ആ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ. ശ്രീ അഭിലാഷ്, അതിലൊരു കാര്യമുള്ളത്, ഈ മേഖലകളിൽ, മലയോര മേഖലകളിൽ നേരത്തെയും ഉരുൾപൊട്ടലും പുല്ലൂരാമ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നേരത്തെയും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല മേഖലയിൽ മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. മലയോര മേഖലയിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ കാണേണ്ട ഒരു വിഷയം, മറ്റു വിഷയങ്ങളിലേക്ക് നമ്മൾ ചർച്ച പോകുന്നതിലേക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമോ എന്ന് പരിശോധിച്ച് പോയാൽ ഈ സമയത്ത് അതിന് ശരിയായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്, നമ്മുടെ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രശ്നം, നമ്മുടെ ജനസംഖ്യയും നമ്മുടെ കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയും എല്ലാം പരിശോധിക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ അവരുടെ വീട് മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പ്രകൃതിയെ കൂടുതൽ ചൂഷണം ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കർശനമായ നിയമങ്ങൾ കർശനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ഉൾപ്പെടെ ശ്രമിക്കുന്നുമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പം നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വനമേഖലയുടെ വിസ്തൃതി ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെയെല്ലാമുള്ള മാറ്റങ്ങളുണ്ട്. പക്ഷേ നാം കൂടുതൽ ജാഗ്രതയോടുകൂടി ഈ പ്രവർത്തനങ്ങളെ കാണേണ്ടതുണ്ട്. കൂടുതൽ അപകടങ്ങളിലേക്ക് വരാതെ സ്വയം മുൻകരുതലെടുക്കാൻ എല്ലാ ജനങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. അത് നമ്മളെല്ലാവരും, കേരളത്തിലെ ജനങ്ങളെല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് വലിച്ചെറിയുന്ന മാലിന്യം അസുഖമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നാം എത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പരിസ്ഥിതിയെയും പ്രകൃതിയെയും സംരക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ആ കടമ ആരെങ്കിലും വിസ്മരിച്ചു പോകുമ്പോൾ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷേ അത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് നമുക്ക് കാണാൻ വേണ്ടി അത് മാത്രമാണ് എന്ന് പറയുന്നില്ല ശ്രീ സജീഷ്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയെല്ലാം ആരുടെയെങ്കിലും വീഴ്ച എന്ന് ആരോപിക്കുന്നും ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ധാരാളം ഘടകങ്ങളുണ്ടല്ലോ. ആ നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ സമീപിക്കുമ്പോൾ പറയുന്നു അനധികൃതമായ ക്വാറികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. മണ്ണിടിച്ചിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ശരിയാണ്, ഈ മേഖലകൾ, ഈ മലയോര മേഖലകൾ ഈ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളാണ്, ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ദുരന്ത സാധ്യത ഉള്ളിടത്ത് അനധികൃതമായി കുന്നുകൾ ഇടിച്ചാൽ, അനധികൃതമായി ഖനനം നടത്തിയാൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ വ്യാപ്തി എത്രയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനവും നടത്തുന്നില്ല. അത് ആത്യന്തികമായി ഈ തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നമുക്കത് മറന്ന് ചർച്ച നടത്താൻ സാധിക്കുമോ? അഭിലാഷ്, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇപ്പോൾ ഈ ദുരന്തത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി കഴിയില്ല. കാരണം അത്തരത്തിൽ ഏതെങ്കിലും അനധികൃതമായിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇനി ഇത്തരത്തിലുള്ള പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഉള്ള ഖനനമോ മറ്റോ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നാം കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം നമ്മുടെ മുന്നിലിരിക്കുന്ന ദുരിതം. ആ ദുരന്തത്തെ നമ്മൾ ഫലപ്രദമായി കൂടുതൽ ജനങ്ങൾക്ക് അപകടം പറ്റാത്ത രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും, അതിന് ഉണർന്ന് പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. അതിന് ജനങ്ങൾ തയ്യാറാകുന്നുണ്ട്, ഗവൺമെന്റ് തയ്യാറാകുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നുണ്ട്, ഉദ്യോഗസ്ഥ തലത്തിലുള്ള എല്ലാം ഇടപെടലും നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ശാസ്ത്രീയമായി ഏതെങ്കിലും രീതിയിൽ നമുക്ക് പോരായ്മ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിൽ നാം കാണേണ്ടത്, ഇതിപ്പോ ഒരു കേരളത്തിന്റെ മാത്രം ഒരു വിഷയമായി എടുത്ത് പരിസ്ഥിതി പ്രശ്നങ്ങളെ ആകെ കാണാൻ വേണ്ടി കഴിയില്ല. ഒരു പക്ഷേ പരിസ്ഥിതി വിഷയങ്ങളിൽ നമുക്ക് സമീപകാലത്ത് അല്പം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യത്തെ കൂടി കണ്ടുകൊണ്ട് അതാണ് താങ്കളുടെ പോയിന്റ്. ഞാൻ മടങ്ങിയെത്താം. ഡോക്ടർ രാജൻ, ഈ മഴ എന്നുള്ളത് പ്രവചനങ്ങൾക്ക് പിടിതരാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണോ? കഴിഞ്ഞ വർഷം, നമ്മൾ ഈ അവസാനിച്ച വർഷം വലിയ വരൾച്ച അഭിമുഖീകരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് മഴ കൂടുതലാണ് ഉണ്ടായത്. പ്രതീക്ഷിതനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുകയുണ്ടായി. മഴയുടെ പാറ്റേൺ ആകെ മാറുമ്പോൾ നമ്മൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഒരു തീക്ഷ്ണമായ ഘട്ടത്തിലേക്ക് എത്തി എന്നൊക്കെ പറയാറായോ? ഇല്ല, ഏകദേശം 2002 മുതലാണ്. കാരണം അതിനു മുമ്പേ ഞാൻ ഒരു 200-250 കൊല്ലത്തെ മഴയുടെ പാറ്റേൺ വളരെ കൂലങ്കഷമായി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനകത്ത് കാലവർഷം വരുന്ന സമയം, ആ സമയത്ത്, അതായത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറിൽ കിട്ടുന്ന മഴയുടെ തോത്, അതിൻ്റെ വ്യതിയാനം,
കടൽ മുതൽ അങ്ങ് നമ്മുടെ മലനിരകൾ വരെ ഉണ്ടാകുന്ന മഴയുടെ തോതിൻ്റെ വ്യത്യാസം, ഇതെല്ലാം ചെറിയ രീതിയിൽ വ്യത്യാസം വരുന്നതല്ലാതെ വലിയ രീതിയിൽ അതിൻ്റെ സമയത്തിനും അതിൻ്റെ ഇൻറ്റൻസിറ്റിക്കും വലിയ വ്യത്യാസം വരുന്നതായിട്ട് ഈ കഴിഞ്ഞ 250 കൊല്ലങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാലും ഇടയ്ക്ക് ചില സമയങ്ങളിൽ മഴ വലിയ കൂടി, അത് വളരെ റെയറായിട്ട്. പക്ഷേ 2002 ശേഷം പല സമയങ്ങളിലും കാലവർഷമാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ ജൂൺ ജൂലൈയിൽ മഴ വളരെ കുറയും, പിന്നെ ആഗസ്റ്റ് സെപ്റ്റംബറിൽ മഴ കുറവായിരിക്കേണ്ട സമയത്ത് ശക്തി കൂടിയ മഴ കിട്ടുന്ന രീതിയിലുള്ള മഴയുടെ പാറ്റേണിന് മാറ്റം വന്നു. പിന്നെ ഈ ജൂൺ ജൂലൈയിൽ 30 ദിവസത്തിൽ 31 ദിവസത്തിൽ 20-25 ദിവസത്തിൽ കൂടുതൽ മഴ കിട്ടുകയും ആ കിട്ടുന്ന മഴ ചെറിയ തോതിലോ വലിയ തോതിലോ ആണെങ്കിലും കാലവർഷമാണോ എന്നൊരു പ്രതീതി ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു ഇതിനു മുമ്പ്. ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. ശക്തി കൂടിയ മഴ കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടുക എന്നുള്ളതും അത് വിചാരിച്ച സമയത്ത് കിട്ടാതെ ഈ കാലത്തിനിടയിൽ തന്നെ കിട്ടുകയാണെങ്കിലും അതിൻ്റെ ഒരു വ്യതിയാനം വരികയും എല്ലാം ചെയ്തിട്ടുള്ള രീതിയിൽ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളുടെ പ്രവൃത്തികളിലും മറ്റും നാം മാറ്റം വരുത്താതിരുന്നാൽ നമുക്ക് ദോഷം വരും. കൂടാതെ നമുക്ക് കേരളത്തിലാണ് ലക്ഷക്കണക്കിന് ഏകദേശം 2 ലക്ഷത്തിൽ കൂടുതൽ കിണറുകളും കുളങ്ങളും ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ കിട്ടുന്ന മഴയെ പല തട്ടുകളിലായിട്ട് ശേഖരിച്ച് നിർത്താൻ വേണ്ടിയാണ്. അതിൻ്റെ നല്ലൊരു ശതമാനത്തിനെയും നശിപ്പിച്ച് ഭൂമിയെ ശരിക്കും കച്ചവട ചരക്കാക്കി മാറ്റിയെടുക്കുന്നത് ലോകത്ത് ഒരിടത്തുമില്ല, കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ തന്നെ ഉണ്ടെങ്കിലും. അപ്പോൾ അതെല്ലാം നമുക്ക് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഭൂമിയുടെ നിരുത്തരവാദപരമായ ഭൂവിനിയോഗം, അതും മലയെ ഇടിച്ചു നിരത്തുകയും വെള്ളം കെട്ടി നിൽക്കേണ്ട സ്ഥലങ്ങളെ മണ്ണിട്ട് നികത്തുകയും ഒക്കെ ചെയ്യുന്നത്, ഇതെല്ലാമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതും. ഇനി ഡോക്ടർ ജോയ് പറഞ്ഞതുപോലെ വരുന്ന കൊല്ലങ്ങളിലും ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ വലിയ വലിയ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾക്ക് ആണ് ഇതിൻ്റെ ദോഷം മുഴുവൻ ഉണ്ടാകുന്നത്. തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ സി ജയകുമാർ, ഇവിടെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ പഴിചാരുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ? ഇത്തരത്തിലുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ലേ? വലിയ വർഷപാതം ഉണ്ടാവുക, കൊടിയ വരൾച്ച ഉണ്ടാവുക, ഇത് സ്വാഭാവികമായി കാലാവസ്ഥാ ചക്രത്തിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകും. അതതിൻ്റെ തീക്ഷ്ണതയിൽ ചിലപ്പോൾ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരും. അതനുഭവിക്കുമ്പോൾ നമ്മൾ പരമാവധി അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, മനുഷ്യന് കഴിയുന്ന വിധത്തിൽ എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആലോചിക്കുക എന്നുള്ളതിലുപരിയുള്ള പഴിചാരലുകൾക്ക് ഈ വേളയിൽ എവിടെയാണ് പ്രസക്തി? ശ്രീ സി ജയകുമാർ, അങ്ങോട്ടാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു അതിലൊരു ചെറിയ പ്രശ്നമുണ്ട് ഈ പറയുന്നില്ല അഭിലാഷ്. ഒന്ന്, നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് അറിയാം. കേരളത്തിൽ ഒരു 15 വർഷം മുന്നെയാണെന്ന് തോന്നുന്നു സെന്റർ ഫോർ എർത്ത് ആൻഡ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ നമുക്ക് എവിടെയൊക്കെയാണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ച് മാപ്പ് ചെയ്തിട്ടുണ്ട്. ആ മാപ്പിൽ വരാത്ത സ്ഥലത്താണ് ഇന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്. രണ്ട്, ഈ വർഷം നമുക്ക് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് വെതർ പ്രിഡിക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് മഴയെക്കുറിച്ചൊക്കെ. അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യമുള്ളത്, ഇത് ഒരു നല്ലൊരു ശതമാനം തന്നെ ഇതിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന് ഈ കഴിഞ്ഞ 14 ദിവസത്തിൽ ഉണ്ടായിട്ടുള്ള മഴയുടെ തുടർന്ന് ഇന്നുണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ തീർച്ചയായിട്ടും അതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അതിൻ്റെ ട്രിഗർ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചില പ്രവൃത്തികളാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. ഒന്ന്. രണ്ട്, എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു പ്രശ്നമുള്ളത്, നമുക്കൊരു കാര്യത്തിൽ ആശങ്ക തരുന്ന ഒരു കാര്യമുള്ള, നേരത്തെ ഡോക്ടർ രാജൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 15 വർഷത്തോളമായിട്ടാണ് ഈ വെതർ പാറ്റേൺസിൽ നമുക്ക് കുറേ ചേഞ്ചസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം ഇനി അങ്ങോട്ടൊരു വരുന്ന ഈ 14 ദിവസത്തെ മഴ കഴിഞ്ഞ് ഇനി അടുത്തൊരു 10 ദിവസം 12 ദിവസം ഉണ്ടാകുന്ന നല്ലൊരു മഴയെക്കുറിച്ചും പ്രഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഒരു പക്ഷേ പ്രിഡിക്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ കേരളം മൊത്തത്തിൽ നമ്മൾ വളരെയധികം ഒരുങ്ങിയിരിക്കേണ്ട ഒരു സമയമാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങളിൽ ഞാൻ വ്യക്തമായിട്ട് കാണുന്നത്, കഴിഞ്ഞൊരു 10-12 വർഷങ്ങളായിട്ടും കേരളത്തിൻ്റെ കാലാവസ്ഥയും ദുരന്തങ്ങളെയും വളരെ അടുത്ത് നിന്ന് കാണുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇതൊരു പ്രകൃതി
ക്ഷോഭമായിട്ട് നമുക്ക് പ്രകൃതിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ആൾനാശത്തിലേക്കും ദുരന്തങ്ങളിലേക്കും ഉണ്ടാകുന്നത്. നമ്മൾ ഒരു തരത്തിലും നമ്മൾ പ്രിപ്പയർഡ് അല്ല, നമ്മൾ ഒരു കാര്യത്തിനും നമ്മൾ മാറാൻ തയ്യാറല്ല. നമുക്ക് ഒരു തരത്തിലുള്ള കോമൺ ഗുഡ്, ഒരു പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറല്ല. നമ്മൾ ആവശ്യപ്പെടുന്നത് മഴയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, പ്രകൃതി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, ഞങ്ങളൊന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ എന്നുള്ളത്. ആ ഒരു സമീപനം തന്നെയാണ് മലയാളിയുടെ, ആ ഒരു പൊതു സമീപനമാണ് അടിയന്തരമായിട്ട് മാറേണ്ടത്. അത് മാറുന്നില്ല എങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ നമ്മളെ വല്ലാത്ത ഒരു ദുർഘട പ്രതിസന്ധികളിലേക്കാണ് എത്തിക്കുന്നത്. ഡോക്ടർ ജോയ്, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണോ? തീർച്ചയായിട്ടും അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ പ്രകൃതി, ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് വന്നു, ഉരുൾപൊട്ടൽ വന്നു. ഈ ഉരുൾപൊട്ടലിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് വലിയ പാറ നിരങ്ങി വരികയാണ്. അതിൽ മണ്ണും വെള്ളവും അടക്കം, പാറകളടക്കം. കാരണം സ്ലോപ്പിൽ വ്യത്യാസം വരുത്തി. 30 ഡിഗ്രി സ്ലോപ്പ് ഒരു 600 മീറ്റർ മുകളിലുണ്ടെങ്കിൽ അത് ഒരു കുന്നാണ്, അതൊരു മലയാണ്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ സ്ലോപ്പിൽ നമ്മൾ ഒരു തരത്തിലും വ്യതിയാനം വരുത്താൻ പാടില്ല. ഇതിപ്പം ഡോക്ടർ ജയകുമാർ പറഞ്ഞതുപോലെ വ്യത്യാസങ്ങൾ വരുത്താണ് നമ്മുടെ ഇഷ്ടപ്രകാരം. നമുക്ക് മലമുകളിൽ നമുക്ക് ഗ്രൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മളങ്ങനെ ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണ്. നമ്മൾ കാട് വെട്ടിത്തെളിക്കണമെങ്കിൽ അവിടുത്തെ കാട് വെട്ടിത്തെളിക്കുകയാണ്. അപ്പോൾ കാട് കൂടുതൽ ഉണ്ടായി എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ, നേരത്തെ സുഹൃത്ത് പറഞ്ഞത് വളരെ തെറ്റിദ്ധാരണാജനകമാണ്. ഇപ്പോൾ കൂടുതൽ ആളുകൾ നാട്ടിൽ മരം വെച്ചു എന്നുള്ളതാണ് ആ കാടിൻ്റെ വർധനയെ കുറ്റി പറയുന്നത്. നമുക്കുള്ള കാട് എന്ന് പറയുന്നത് ചുരുങ്ങി വരിക തന്നെയാണ്. അത് മനുഷ്യൻ്റെ ഇടപെടലാണ്. അപ്പോൾ ഈ അത്തരത്തിൽ കാടുകളില്ലാതായി കഴിഞ്ഞപ്പോൾ ഈ മഴവെള്ളം ആഴ്ന്നിറങ്ങുന്ന ആ സംവിധാനത്തിനാണ് മാറ്റം വന്നിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ തന്നെ അത് വളരെ സ്പീഡിൽ അത് താഴോട്ട് ഇറങ്ങുകയും ചില സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കുകയും ഭൂമിക്കകത്ത് അതിൻ്റെ പ്രഷർ, ഹൈഡ്രോളിക് പ്രഷർ, ഭൂഗർഭജലത്തിൻ്റെ ഹൈഡ്രോളിക് പ്രഷർ താങ്ങാൻ പറ്റാതെയും വരുമ്പോഴാണ് ഈ ഉരുൾപൊട്ടലായിട്ട് ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഹൈ റേഞ്ചിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കോ, നമ്മൾ വയനാടായാലും എപ്പോഴായാലും ഇത്രയും ഈ കാലഘട്ടത്തിൽ, മഴക്കാലഘട്ടത്തിൽ എപ്പോഴും ഹൈ റേഞ്ചിലാണ് ഈ പ്രശ്നങ്ങൾ. ഹൈ റേഞ്ചൊക്കെ പിന്നെ നഗരവൽക്കരണത്തിൻ്റെ പിടിയിലാണ്. ഹൈ റേഞ്ചിൽ നമ്മുടെ ഇടനാടിലും അതുപോലെ തീരപ്രദേശത്തുള്ള സംവിധാനങ്ങൾ ഹൈ റേഞ്ചിൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുന്നുകളും മലകളും ഇടിച്ചു നിരത്തി അവിടെ വലിയ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കാനായിട്ടും ആ നിർമ്മാണത്തിൽ എങ്ങനെയൊക്കെ നിയമത്തിൽ വിട്ടുവീഴ്ച നൽകാനായിട്ട് അല്ലെങ്കിൽ ലഭിക്കാനായിട്ട് ശ്രമിക്കുക, അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന PV അൻവറിൻ്റെ പിന്നെ വാട്ടർ തീം പാർക്ക് എത്രയോ നാളായിട്ട് വാർത്തയിൽ നിറഞ്ഞു എന്ന്, അവിടെയും ഇതുപോലെ കുളങ്ങളും അനധികൃതമായ കുളങ്ങളാണെന്ന് ഉള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ വളരെ റിസ്ക് ആയിട്ടുള്ള സ്ഥലത്താണ്. അല്ലാതെ ഒരാൾ വാട്ടർ തീം പാർക്ക് നടത്തുന്നുണ്ട്, ആരും എതിരല്ല. വളരെ റിസ്ക് ആയിട്ടുള്ള സ്ഥലത്താണ്. അതിൻ്റെ ദുരന്തം ഇതിപ്പം മണ്ണിൻ്റെ അടിയിൽ 5-8 പേര് കിടക്കാണ്, അല്ലെങ്കിൽ അതൊക്കെ അവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അപ്പോൾ നിരപരാധികളായിട്ടുള്ള ആളുകൾക്കാണ് ഈ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ കൃത്യമായി ഇടപെടണം. ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായ പ്രശ്നമാണെന്നല്ല നമ്മൾ പറയുന്നത്. മുൻ സർക്കാരുകളൊക്കെ ഈ പിന്നെ ഭൂമിയിലെ വിനിയോഗത്തിലുള്ള മാറ്റത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായ നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളതിലൊക്കെ വെള്ളം ചേർത്ത് അതൊക്കെ ലൂസാക്കിയിട്ടുള്ള തരത്തിലാവുകയും അതൊക്കെ നമ്മുടെ ഈ ഇന്നുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന മഴക്കൂടുതൽ മൂലമുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നത്. ശരി, ശ്രീ SK സജീഷ്, കരിഞ്ചോലയിലെ ഉരുൾപൊട്ടൽ മാത്രം എടുക്കൂ. അവിടുത്തെ നാട്ടുകാർ പറയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു, ഒരു ജലസംഭരണിയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നിരുന്നു, അത് ഇവിടുത്തെ പരിസ്ഥിതി സന്തുലനത്തെ ബാധിച്ചിട്ടുണ്ട്. കുന്നിന് മുകളിൽ ഇങ്ങനെ ഒരു നിർമ്മാണ പ്രക്രിയ നടന്നതാണ് കുന്നിനെ ദുർബലമാക്കിയത്. അതാണ് ആത്യന്തികമായി മലയിടിച്ചിലിലേക്ക് 4 പേരുടെ വീടുകൾ മണ്ണിൽ പൂഴ്ന്നു പോകാൻ, ഇപ്പോഴും മണ്ണിനടിയിൽ ആളുകളെ പരതേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നേ ഉണ്ടായിട്ടില്ല എന്നാണോ താങ്കളുടെ അഭിപ്രായം? അല്ല ശ്രീ അഭിലാഷ്, നമ്മളതിൽ കാണേണ്ടത് ഇപ്പോൾ ഒരു ശാസ്ത്രീയമായി എന്താണ് കാരണമെന്ന് ഈ സമയത്ത് നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയില്ല. ഏതെങ്കിലും രീതിയിൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ശാസ്ത്രീയമായി ഇപ്പോൾ അതാണ് ഇതിന് കാരണം എന്ന് മാത്രം ഇപ്പോൾ നമുക്ക് സാധ്യമല്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മളിപ്പോൾ ചർച്ചകൾ പലതും നമുക്ക് നടത്താൻ വേണ്ടി കഴിയും. പക്ഷേ നമ്മൾ കാണേണ്ടത് പരിസ്ഥിതിയുടെ ചൂഷണത്തിനകത്ത്
എല്ലാവരും പങ്കാളികളാവുന്നുണ്ട്. അതിൻ്റെ ഒരു അവബോധത്തിലേക്ക് നമ്മൾ മലയാളികൾ എത്തിച്ചേരേണ്ടതുണ്ട്. അത് ആരുടെയെങ്കിലും തലയിൽ ചാർത്തി കൊടുക്കലല്ല. അവരവർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നാം കാണേണ്ടതുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്, ഇപ്പോൾ നിപ്പ ഉൾപ്പെടെ പ്രശ്നം വന്ന സമയത്ത് കുറച്ചുകൂടി ജാഗ്രത വ്യക്തി ജീവിതത്തിൽ കാണിക്കാൻ വേണ്ടി ആളുകൾ തയ്യാറായല്ലോ. വ്യക്തി ശുചിത്വം പാലിക്കാൻ, വീടിന് ചുറ്റും ശുചിത്വം പാലിക്കാൻ, മാലിന്യ നിർമ്മാർജ്ജനത്തിലൊക്കെ കുറച്ചൊരു നിയന്ത്രണം വരുത്താനും തങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് ഇത് എന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കാനും തുടങ്ങിയപ്പോൾ അതിൻ്റെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമമാണ് എല്ലാവരും കൂട്ടായി നടത്തേണ്ടത്. അത് മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട്. മാധ്യമങ്ങളും വഹിക്കേണ്ടതുണ്ട്, ബഹുജന പ്രസ്ഥാനങ്ങൾ നയിക്കേണ്ടതുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നയിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് മുൻകൈ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേവലമായ ചില പ്രശ്നങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളിപ്പോ ഒരു ദുരന്തമുഖത്ത് ആ ദുരന്തത്തെ കൂടുതൽ ദുരന്തത്തെ നമ്മുടെ രാഷ്ട്രീയ സമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ് ശ്രീ എസ്.കെ. സജീഷ്. കാരണം രാഷ്ട്രീയ സമൂഹം എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഭരണയന്ത്രം തിരിക്കുന്നത്, നയം രൂപീകരിക്കുന്നത് ആ സമൂഹമാണ്. ബ്യൂറോക്രസി അല്ല ഇവിടെ കാര്യങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായിട്ടുള്ള മേഖലകളിലോ അതിന് ചുറ്റുവട്ടത്തോ തന്നെയാണ് ഇവിടെ മാധവ് ഗാഡ്ഗിൽ, കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ നടപ്പാക്കാനുള്ള ശുപാർശയുടെ ആദ്യ പരിശോധനകൾ വരുമ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഇന്ന് തകർന്നു കിടക്കുന്ന ഈ താമരശ്ശേരി അടിവാര മേഖലയിലാണ് ഏറ്റവും രൂക്ഷമായ വാഹനം കത്തിച്ചുള്ള ഏറ്റവും ഭീകരമായ പ്രതിഷേധം എന്ന പേരിലുള്ള കാര്യങ്ങൾ അരങ്ങേറിയത് എന്നുകൂടി ആലോചിക്കണം. ഇപ്പോൾ പ്രകൃതിയെ തൊട്ടാൽ ഇങ്ങനെ വരുമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം വന്നു. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. ശരിയാണ് അഭിലാഷ്. അത് ഒരു ചെറിയ ഇതുപോലുള്ള ഒരു ചർച്ചയ്ക്കകത്ത് മാത്രം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല. കാരണം അവനവന്റെ ജീവിതം, നമ്മൾ ഈ പ്രകൃതിയിലാണ് ജീവിക്കുന്നത്, ആ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആ ചൂഷണം എത്രമേൽ കൂടുന്നു അതിന്റെ ഒരു ബാലൻസിങ്ങിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ സ്വന്തം വീട്, സ്വന്തം കാര്യങ്ങൾ, ഇതിലെല്ലാം താല്പര്യം കാണിക്കുന്ന ആളുകൾ, അത് മലയോര മേഖലയിലുള്ള ആളുകളെ ഒന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. അവരൊരുപാട് കാടിനോടും മലയോടും പൊരുതി അവിടെ ജീവിതം ആരംഭിച്ച ആളുകളാണ്. അവർക്ക് അവിടെ ജീവിക്കണം, അതിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കും. അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകും. അതിന്റെ വൈകാരികത അവർക്കുണ്ടാകുകയും ചെയ്യും. പക്ഷേ നമ്മൾ അതിന്റെ മറുവശങ്ങളെല്ലാം കണ്ടുകൊണ്ട് പൊതുവായി സ്വീകരിക്കേണ്ട നിലപാട് സ്വീകരിച്ചു പോകണം. പക്ഷെ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിലേക്ക് പോകേണ്ട ഒന്നല്ല. ലോക മുതലാളിത്തത്തിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൽ വരെ എത്തി നിൽക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ കാണണം. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ലോകത്ത് നേരിടാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണല്ലോ ആഗോള താപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കേരളം ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങൾ നാളെ അതിന്റെ ഭാഗമായി മുങ്ങിപ്പോയേക്കാം. നമ്മൾ പ്രവചിക്കുന്ന പോലെയല്ല കാലാവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയനാട് വരണ്ടുണങ്ങുകയാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തല്ലോ. അതേ വയനാട്ടിലാണ് ഇപ്പോൾ വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥയിൽ ഈ മാറ്റങ്ങളെല്ലാം കാര്യത്തിന്റെ രണ്ട് വശങ്ങളാണ് ശ്രീ സജീഷ്. ഒരു സമയത്ത് അതിവർഷം, മറ്റൊരു സമയത്ത് അതികഠിനമായ വരൾച്ച. അതാണ് പ്രശ്നം. ഡോക്ടർ രാജൻ ഈ പറയുന്നത് പോലെ വയനാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും വയനാടിന് ആവശ്യമായ മഴ കിട്ടുന്നില്ല. കേരളത്തിൻ്റെ ശരാശരിക്കൊപ്പം പോലും വയനാടിൻ്റെ മഴ ശരാശരി എത്തുന്നില്ല. വയനാട് ഒരു മഴനിഴൽ പ്രദേശമാകുമോ എന്നുള്ള ആശങ്ക പങ്കുവെക്കുന്ന ടെലിവിഷൻ ചർച്ചകൾ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. ആ വയനാട് ഇന്നിപ്പോൾ മഴയുടെ അങ്ങേയറ്റത്തെ കെടുതിയെ നേരിടുകയാണ്. അങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും വയനാട്ടിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് 50% കിട്ടേണ്ട മഴയുടെ 50% കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്രയും വലിയ മഴ ഉണ്ടായത്. ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് തന്നെ മഴ കൂടുതൽ കിട്ടുകയോ അല്ലെങ്കിൽ കുറച്ച് കിട്ടുകയല്ല. കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് കുറയുകയും കുറച്ച് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് കൂടുകയും കിട്ടേണ്ട സമയത്ത് കിട്ടാതെ അതിൻ്റെ സമയത്തിന് മാറ്റം വരികയും ഇതുപോലെയുള്ള ഡിസ്റ്റോർഷൻസ് ഉണ്ടാകുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. അതിന് നമ്മൾ കൂടി കാരണക്കാരാകുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ഒരു ദുരന്തം വരുമ്പോൾ മാത്രം അതിനെപ്പറ്റി കുറച്ച് ദിവസം ചർച്ച ചെയ്യുകയും ചെയ്തിട്ട് പിന്നെയും നമ്മുടെ ഇഷ്ടമനുസരിച്ച് മാത്രം ചെയ്യുക. ഇപ്പം വന്നത് വയനാട്ടിലും മറ്റതും ഉള്ള ഈ ഉരുൾപൊട്ടലും മറ്റതുമാണ്. ഇതിൽ നിന്നും വലിയ ദുരന്തമാണ് നമുക്ക് വരാൻ പോകുന്നത് തീരപ്രദേശങ്ങളിൽ.
തീരപ്രദേശങ്ങളിൽ ഫിഷർമെൻ കമ്മ്യൂണിറ്റി എന്തെല്ലാം രീതിയിൽ അനുഭവിക്കാൻ പോകുന്നുള്ള അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് പോലെ വേറൊരു ചർച്ച നടത്തേണ്ട ആവശ്യം വരും. കടൽ വളരെ ശക്തിയായിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ കടൽ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വലിയ ദുരന്തത്തിന്, വേറൊരു ദുരന്തത്തിന് കാരണമാകുമെന്നുള്ളത് ഒരു സംശയമില്ല. തീർച്ചയായും അങ്ങനെയൊക്കെയുള്ള വശങ്ങളുണ്ട്. ശ്രീ സി ജയകുമാർ, ഈ പ്രദേശങ്ങൾ കസ്തൂരി രംഗൻ കമ്മിറ്റി വിഭാവനം ചെയ്ത പരിസ്ഥിതി ലോല മേഖലകളിൽ ESAയിൽ പെടുന്ന പ്രദേശങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ESA ആകുമ്പോൾ അവിടെ നിരോധിക്കപ്പെട്ട ഒരു കാര്യം ക്വാറിയിങ് ആയിരുന്നു. വലിയ ഖനനങ്ങൾ പാടില്ല എന്നുള്ളത്, ഒപ്പം കെട്ടിടങ്ങളുടെ വലുപ്പം സംബന്ധിച്ച, നിർമ്മാണ പ്രവർത്തനം സംബന്ധിച്ച ഒരു നിർദ്ദേശം കൂടി അതിൽ അടങ്ങിയിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭമോ കലാപമോ അരങ്ങേറിയ പ്രദേശമാണ് ഇപ്പോൾ ഈ പ്രകൃതിക്ഷോഭത്തിന് ഇരയായത് എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു യാദൃശ്ചികതയായിരിക്കാം. ഞാൻ അവിടുത്തെ ജനങ്ങളെ കുറ്റം പറയുകയില്ല. പക്ഷേ ഈ ഭൂവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ബിഷപ്പാണ് കോഴിക്കോട് ഈ ESAയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ചോര പുഴ ഒഴുകും എന്ന് പ്രഖ്യാപിച്ചത് എന്നതുകൂടി വെറും 2 വർഷം മുൻപ് അല്ലെങ്കിൽ 3 വർഷം മുമ്പ് നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും പ്രകൃതി എന്നുള്ളതിനെ, പരിസ്ഥിതി എന്നുള്ളതിനെ തോന്നുംപടി ഉപയോഗിക്കാനുള്ളതല്ല, ചൂഷണം ചെയ്യാനുള്ളതല്ല എന്നൊരു ബോധം, ഒരു അവബോധം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെങ്കിലും സൃഷ്ടിക്കുമോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അഭിലാഷ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ തന്നെ ഏറ്റവും അവഗാഹമായി കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് മാത്രം അഭിപ്രായം പറയുന്ന ഒരാളായിരുന്നു ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചാലും വർക്ക് ചെയ്ത ഒരാളാണ്. ഡോക്ടർ ഗാഡ്ഗിൽ സാറ്റലൈറ്റ് ഇമേജറിയുടെ സഹായത്തോടെയാണ് ഇൻറ്റൻസിറ്റിയെക്കുറിച്ചും കെട്ടിടങ്ങൾ വെക്കുന്നതിനുള്ള പരിമിതികളെക്കുറിച്ചൊക്കെ വളരെ ഒരു സയന്റിഫിക് ഗ്രൗണ്ടിലാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അതിലൊരു രാഷ്ട്രീയവുമില്ല, അതൊരു ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണമാണ് ഡോക്ടർ ഗാഡ്ഗിൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സതീഷ് പറഞ്ഞൊരു പ്രശ്നമുള്ളത്, നമ്മുടെ വളരെ അപൂർണമാണെന്ന് ഞങ്ങളൊക്കെ വിലയിരുത്തുന്ന പാരിസ്ഥിതിക ധവളപത്രം കേരള ഗവൺമെന്റ് ഇപ്പം പറയുകയുണ്ട്. ആ ധവളപത്രത്തിൽ പോലും സംസ്ഥാന ഗവൺമെന്റ് വളരെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമുള്ളത്, കേരളത്തിൽ വനഭൂമിയുടെ വിസ്തൃതി കൂടിയിട്ടുണ്ട്, പക്ഷേ വനമേലാപ്പിന്റെ അളവ് വളരെ ശുഷ്കമായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ഈ മേഖലയിൽ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോരപ്പുഴ ഒഴുകുന്നു പറഞ്ഞൊരു മേഖലയിൽ നമ്മൾ ഇന്ന് കാണുന്നത് ചോരപ്പുഴ തന്നെയാണ്. ഇത്രയും ജീവൻ നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ ആ ഒരു തിരിച്ചറിവ്, അതിനെ അനാവശ്യമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷയുള്ളത്. കാരണം ഇതൊരു രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. ഇത് നമ്മൾ ഭൂമിയുടെ മനുഷ്യനെ താങ്ങാനുള്ള പരിമിതിയെ തിരിച്ചറിയുന്നതിന്റെ പ്രശ്നമാണ്. ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഏത് വികസന സാധ്യതകളും, കാരണം ഇതിൽ പലപ്പോഴും നമ്മളിവിടെ വീട് വെക്കാൻ ഒരാൾ നിർബന്ധിതമാകുകയാണ്. അയാൾക്ക് അവിടെ വേറൊരു ഭൂമി ഉണ്ടാവില്ല, അയാൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയൊരു ഭൂമിയായിരിക്കും, അയാൾ വാങ്ങിക്കാൻ വില കുറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് അതിന് പകരം സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുകൊണ്ട് തന്നെ പാരിസ്ഥിതിക ദുർബല മേഖലകളെ വേർതിരിച്ച് കാണാനും അതിനെ സത്യസന്ധമായിട്ട് സമീപിക്കാനുമുള്ള ഒരു ജാഗ്രത കുറവ് കേരളത്തിൽ, ഞാൻ പിന്നെയും പറയുന്നു, കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് എനിക്കറിയാവുന്ന കഴിഞ്ഞ 20 വർഷം കേരളത്തിൽ ഞാൻ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ജാഗ്രത കുറവ് തന്നെയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതെന്നുള്ളതെന്ന് ഒരു കാരണവശാലും നമ്മൾ മറക്കരുത് എന്നുള്ള കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഡോക്ടർ ജോയ്, പക്ഷേ ഈ പറയുന്ന ജാഗ്രത എങ്ങനെ ഉണ്ടാകും? ഇതേമാതിരിയുള്ള സംഭവങ്ങൾ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ സംഭവ വികാസങ്ങൾ എല്ലാ മഴക്കാലത്തും മാധ്യമങ്ങളിൽ 2-3 ദിവസം ചർച്ചയാകുന്നതും പത്രങ്ങളിൽ കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ വലിയ ഹെഡ്ലൈൻ ആകുന്നതുമാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് ഇത്തവണയും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ആളുകൾ ഇതേക്കുറിച്ച് അവബോധമുള്ളവരായി മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇത് പറയുമ്പോഴാണ് ശ്രീ സജീഷ് പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരുന്നത്. കാരണം ഇപ്പോൾ നിപ്പ വൈറസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലുണ്ടായി. ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഈ നിപ്പ വൈറസിനെ അതിനെ ഹൈക്കോടതി അഭിനന്ദിക്കുക കൂടി ചെയ്തു. അത്രയും ശക്തിയായ ഇടപെടൽ ഈ പരിസ്ഥിതി നിലനിർത്താനായിട്ട് ഈ നിയമത്തിൽ വെള്ളം ചേർക്കാനായിട്ട് അനുവദിക്കാതിരുന്നാൽ തന്നെ ഈ പ്രശ്നത്തിൽ ഒരു പരിധി വരെ ഇപ്പം നമുക്കൊന്നും തടയാൻ പറ്റില്ല. ഇപ്പം പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് തടയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അത് തടയാൻ പറ്റില്ല, പക്ഷേ ഇതിൻ്റെ രൂക്ഷത കുറയ്ക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് കാര്യങ്ങൾ നടന്നായിരുന്നെങ്കിൽ
ഇതിൻ്റെ ഇത്രയും രൂക്ഷമായ പ്രതിസന്ധി നമുക്കുണ്ടാകില്ലായിരുന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ നമ്മൾ തിരിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി വേണമെന്ന് വിചാരിച്ചാൽ പോലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു കുന്ന് നഷ്ടപ്പെട്ടാൽ ഒരു പ്രദേശത്തെ കാലാവസ്ഥയിൽ തന്നെ വ്യത്യാസം വരികയാണ്. അല്ലെങ്കിൽ ഒരു പാറമട വരികയാണ്. ഈ പാറമട വരുന്നതൊക്കെ വളരെ റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. അവിടെ ചെയ്യാൻ പാടില്ല. PFL എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള ലാൻഡിൽ ഇത് വരാൻ പാടില്ല. അത് അപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുള്ള ഭൂമിയാണ്. പലതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാറമടകളൊക്കെ ലീസിനെടുത്ത ഭൂമിയാണ്. സർക്കാർ റവന്യൂ ലാൻഡ് ആയാലും ഫോറസ്റ്റ് ലാൻഡ് വരെ ലീസിന് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയിരിക്കുകയാണ്. അത് മുൻ സർക്കാർ തുടങ്ങി വെച്ചു. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലാതെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വികസനത്തിന് പാറ വേണം. നമുക്കറിയാം, മണൽ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഈ സർക്കാർ പുറത്തു നിന്ന് മണൽ കൊണ്ടുവരാനുള്ള സംവിധാനത്തിലേക്ക് പോയി. അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ, കേരളത്തിൽ ദുരിതങ്ങൾ ഒഴിവാക്കണമെങ്കിൽ കേരളത്തിലെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ. പാറ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരണം. പാറ അധികമുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ആയാലും തമിഴ്നാടായാലും പല സ്ഥലങ്ങളിൽ നിന്ന് പാറ കൊണ്ടുവന്ന് പൊട്ടിക്കാൻ പറ്റും നമുക്കിവിടെ. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള പാറ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരണം. അല്ലാതെ നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ പ്രകൃതിയെ എന്നേക്കുമായി ഇല്ലാതാക്കി ഇവിടെ ജീവിക്കാൻ സാധിക്കും, ഇവിടെ വികസിച്ച് നമ്മൾ ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇത്തരം സന്ദർഭങ്ങളിൽ അതാണ് ചർച്ച ചെയ്യേണ്ടത്. അതിലാണ് നമ്മൾക്ക് ആളുകൾക്ക് മനസ്സിലാവണം. ശാസ്ത്രീയമായിട്ട് ഒരുപാട് പഠനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഇതിനൊക്കെ വ്യത്യാസം, ഈ ശാസ്ത്രീയമായിട്ടുള്ള തരത്തിൽ വികസനം നടപ്പാക്കാത്തതാണ് നമ്മുടെ ഒരു അപകടം എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. റൈറ്റ്, അതാണ് ശ്രീ SK സജീഷ്. ഒപ്പം കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ നാട്ടിലില്ലാതിരുന്ന, നമ്മുടെ തീരങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാതിരുന്ന പ്രതിഭാസമാണ് ഓഖിയുടെ രൂപത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ ഉണ്ടായത്. അതൊരു അനുഭവമായിരുന്നു. പ്രകൃതി ദുരന്തങ്ങളെ കരുതിയിരിക്കേണ്ട കാലമാണ് കേരളവും. അപ്പോൾ നമ്മുടെ സജ്ജീകരണങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളതും പ്രശ്നമാണ്. ഇങ്ങനൊരു സംഭവം നടന്നു, ഒരു മണ്ണിടിച്ചിലുണ്ടായി. എത്ര പെട്ടെന്ന് ഇടപെടാൻ കഴിയുന്നു? എത്ര പേരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ കഴിയുന്നു? എത്ര പേരെ രക്ഷിക്കാൻ കഴിയുന്നു? അതിനൊക്കെ സാധിക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് നേരിട്ട് ബോധ്യമായിട്ടുള്ള കാര്യങ്ങൾ? അതിൽ ഇത്തരം വിഷയം ഉണ്ടാകും. നേരത്തെ തന്നെ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ മേഖലയിലെല്ലാം നൽകിയിരുന്നു. ചില മേഖലയിൽ നിന്ന് മാറി താമസിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വേണ്ട പോലെ ചില ആളുകൾ പാലിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ള പ്രശ്നം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 9 മണിക്ക് തന്നെ കലക്ട്രേറ്റിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ യോഗം റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള ശ്രീ TP രാമകൃഷ്ണനും അതുപോലെ തന്നെ ശ്രീ AK ശശീന്ദ്രൻ മിനിസ്റ്ററും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും എല്ലാം പങ്കെടുത്തുകൊണ്ട് ചേരുകയുണ്ടായി. അതിനെ തുടർന്ന് കർശനമായ നിലപാടുകൾ ഓരോ വിഷയത്തിലും സ്വീകരിച്ചു പോയി. ഇപ്പോൾ ഇതിന്റെ ഭാഗമായി തന്നെ ക്യാമ്പുകൾ ആരംഭിച്ചു. 52 ക്യാമ്പുകൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം പ്രവർത്തിക്കുന്നു. അതിൽ 646ഓളം കുടുംബങ്ങൾ ഇപ്പോൾ മാറ്റിപ്പാർപ്പിക്കപ്പെട്ടു. 2848 പേരെ ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മാത്രം കണക്കാണ് ഞാൻ പറയുന്നത്, മറ്റു ജില്ലയിലും ഉണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, ഇവിടെയെല്ലാം മെഡിക്കൽ സംഘം, മറ്റെല്ലാ കാര്യത്തിലുമുള്ള ശ്രദ്ധ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും സഹകരണത്തോടെ, അതിൽ MLA-മാർ, MP-മാർ, മറ്റ് ജനപ്രതിനിധികൾ, മന്ത്രിമാർ, എല്ലാവരും ഉദ്യോഗസ്ഥ തലത്തിൽ മറ്റ് സേനാ വിഭാഗങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രവർത്തനമാണ് ഒരു വശത്ത് നടക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ നാം കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ജീവിക്കുന്ന ഈ ആവാസ വ്യവസ്ഥയിൽ ഓരോ മനുഷ്യരും ഓരോ പ്രകൃതിയുമായി ചേർന്നുകൊണ്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ കടലോര മേഖലയിലുള്ള ആളുകളെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ ഗവൺമെന്റ് വീട് വെക്കാൻ സഹായം ഉൾപ്പെടെ നൽകാൻ തയ്യാറാകുമ്പോഴും അതിനോട് പോലും വീടിന് പണം കിട്ടിയാൽ പോലും മാറി താമസിക്കാൻ അവർക്ക് സാധ്യമാകുന്നില്ല. അതുമായി ചേർന്നാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മലയോര മേഖലയിലുള്ള അവസ്ഥയും. അത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കേവലമായ ഒരു പ്രശ്നത്തിനപ്പുറത്തേക്ക് ജനങ്ങളെ ഇതിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. നിയമങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാൻ എല്ലാ മനുഷ്യരും തയ്യാറാകേണ്ടതുണ്ട്. ഇവിടെ നമുക്കറിയാം, വളരെ ചെറിയൊരു ഉദാഹരണം, ഇപ്പോൾ സ്പീഡ് ലിമിറ്റ് ക്യാമറ ഓഫാണ് എന്നറിഞ്ഞാൽ ആ സ്ഥലത്തുകൂടെ ആളുകൾ വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു പോകും. ഓഫാണ് എന്ന് വിവരം കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം ജീവനാണ് അപകടത്തിൽ. പക്ഷേ ആ രീതിയിലാണ് മനുഷ്യന്റെ പെരുമാറ്റം. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നില്ല, അതുപോലെ പ്രകൃതി നിയമങ്ങൾ, പരിസ്ഥിതി നിയമങ്ങൾ പാലിക്കുന്നില്ല. അങ്ങനെയൊക്കെ
അപ്പോൾ ഇതൊക്കെ നമ്മൾ പാലിക്കുകയും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് നമ്മളെല്ലാവരും മാറേണ്ടതുണ്ട്. ഇത് കേവലം കേരളത്തിൻ്റെ ഒരു മാത്രം പ്രശ്നമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഈ ഭൂലോകത്ത് വളരെ ചെറിയൊരു നൂല് പോലെയുള്ള ഒരു പ്രദേശമാണ് ഈ കേരളം. ഈ കേരളത്തെ ബാധിക്കുന്ന എല്ലാ പരിസ്ഥിതി പ്രശ്നങ്ങളുടെയും തുടക്കം കേരളത്തിനാകണമെന്നില്ല. കേരളത്തിനപ്പുറത്തുമുള്ള എല്ലാ കാര്യങ്ങളുടെയും ദുരന്തം കൂടി നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. കാരണം ഒരു വശത്ത് വിശാലമായ കടലുണ്ട്. ലോകത്തുണ്ടാകുന്ന എല്ലാ പാരിസ്ഥിതിക ആഘാതവും ആ കടലിലൂടെ നമുക്ക് ആദ്യം ലഭിക്കുന്ന സാഹചര്യം വരും. അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇനി എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്ന പരിശോധനയാണ് നടത്തേണ്ടത്. പിന്നെ അപകട മുഖത്ത് ആ അപകടം അത് ആവശ്യമാണ്. ശ്രീ എസ് കെ സജീഷ്, ഓരോ പൗരനും ആലോചിക്കേണ്ട കാര്യമാണ്. ഡോക്ടർ സി കെ രാജൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയത്തെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് തരത്തിലുള്ള പ്രകൃതി ദുരന്തത്തിനും അടിമകളായേക്കാം. അതിൻ്റെ രൂക്ഷത മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ അധികമായേക്കാം എന്നുള്ളൊരു ബോധ്യം ഇപ്പോഴത്തെ ഭരണ സംവിധാനങ്ങൾക്കുണ്ടോ? അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളും മറ്റു കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടോ? ഇത് ഈ കാലാവസ്ഥാ വ്യതിയാനം ഇവിടെ പഠിക്കപ്പെടുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ വിഷമകരമായ ഒരു കാര്യം, ഈ കാലാവസ്ഥാ വ്യതിയാനം പലർക്കും അറിയാമെങ്കിലും ഒത്തൊരുമിച്ച് നിന്ന് അതിനെ ഏത് രീതിയിൽ നമുക്ക് അതിനെ നേരിടാമെന്ന് വിചാരിക്കുന്ന ശാസ്ത്രജ്ഞരും ബ്യൂറോക്രാറ്റ്സും പൊളിറ്റീഷ്യൻസും ഒന്നിച്ചു നീർന്നുള്ള ഒരു സംവിധാനം ഇതുവരെയും ഇല്ല. ഇത് ഓരോന്നിനും അതിനുവേണ്ടി ഓരോ സെൻറ്റേഴ്സ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം അവിടെ നെഗറ്റീവെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഓരോരുത്തരെയും അവരുടെ ഇൻട്രസ്റ്റുകൾ അത് നല്ല രീതിയിൽ അവർക്ക് ഗുണം ചെയ്യത്തക്ക രീതിയിൽ അതിനെ വഴിതിരിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കാലാവസ്ഥയിൽ വരുന്ന മാറ്റവും ഇപ്പോൾ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ കാര്യവും അതുപോലുള്ള പല കാര്യങ്ങൾ എടുക്കുമ്പോഴും അതെല്ലാം ഒരു ധനസമ്പാദനത്തിനുള്ള ഒരു വഴിയായിട്ടാണ് പല ആളുകളും കാണുന്നതെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അത് മാറ്റിയിട്ട് കേരളത്തിൽ തന്നെ വളരെ കഴിവുള്ള ശാസ്ത്രജ്ഞരും ബ്യൂറോക്രാറ്റ്സും പൊളിറ്റീഷ്യൻസും എല്ലാം ഉണ്ട്. അവർ എല്ലാം ഒന്നിച്ചു നിന്ന് ഒരു നല്ല രീതിയിൽ ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ ഇതിൻ്റെ രൂക്ഷത വളരെ വളരെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. റൈറ്റ്. ശ്രീ ജോയ്, അങ്ങേക്കുള്ള നിർദ്ദേശം ഇക്കാര്യത്തിൽ എന്താണ്? ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപിറക്കിയ പ്രകടന പത്രികയിൽ ഹരിത നിർദ്ദേശങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ അവ എത്ര കണ്ട് നടപ്പിലാക്കി എന്നുള്ളത് പ്രശ്നമാണ്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ഡൈല്യൂട്ട് ചെയ്യാൻ നടത്തിയ ശ്രമം ഒടുവിൽ ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നത് നമുക്കറിയാം. അങ്ങനെ നിലവിലുള്ള നിയമങ്ങൾ കൂടുതൽ ലഘൂകരിച്ചു കൊടുക്കുക, വ്യവസായത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, കൂടുതൽ നിക്ഷേപ സൗഹൃദമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൂടുതൽ പരിസ്ഥിതി നിയമങ്ങൾ ലഘൂകരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പ്രകടന പത്രികയിലോ ഇലക്ഷന് മുൻപോ ഒക്കെ പറയുന്നതിനപ്പുറത്തുള്ള സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്ന വിമർശനം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? അതുകൊണ്ടാണ് അത് രാഷ്ട്രീയപരമായിട്ട് മാറ്റമുണ്ടാകണം. ഇതിപ്പോൾ ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും പ്രകടന പത്രികയിൽ ഒന്ന് പറയും, നടപ്പാക്കുന്നത് അതിൻ്റെ നേരെ ഘടകവിരുദ്ധമായിരിക്കും. കാരണം അവിടെ വികസനം വേണം, അവിടെ മൂലധനം വേണം, നിക്ഷേപം വേണം, വ്യവസായം വേണം. പക്ഷേ പ്രകൃതിയെ ഒറ്റിക്കൊടുത്തുകൊണ്ടും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുമുള്ള തരത്തിലേക്കാണ് പോകുന്നത് അവിടെ. അപ്പോൾ അതാണ്, അപ്പോൾ സിംഗിൾ വിൻഡോ സംവിധാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ നിയമങ്ങളിലെ ഇളവ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന മേഖലകളിൽ ഇപ്പോൾ സെസ്സിൻ്റെ പഠനമുണ്ട്, അല്ലാതെ ഇപ്പോൾ CWRDത്തിൻ്റെ പഠനമുണ്ട്. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ എവിടെയൊക്കെയാണ് ഉരുൾപൊട്ടാനുള്ള സാഹചര്യമുള്ളത്, ഇനിയിപ്പോൾ എന്നിട്ടും വേറെ സ്ഥലത്ത് പൊട്ടാം, പക്ഷേ ആ ഉള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് മുൻകരുതലുകൾ ചെയ്യാനായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള മുൻകരുതലുകൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. വാട്ടർ മാനേജ്മെൻറ്റിന് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഡൂസ് ആൻഡ് ഡോൺസ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇവിടെ കുന്നിടിക്കരുത്, വനം നശിപ്പിക്കരുത്, മരം വെച്ച് പിടിപ്പിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട്. കാരണം ഈ വെള്ളം ഒഴുകി വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്ത് വെള്ളം ഒഴുകുന്ന അരുവികൾ വരെ ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നിയമങ്ങൾ നോക്കുകുത്തികളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മാറ്റം വരണം.
ഇതിന് രാഷ്ട്രീയ ഇടപെടൽ വേണം. ഇതൊരു സർക്കാരിന് പിന്നെ ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം വരുമ്പോൾ ഏതെങ്കിലും ഒരു സർക്കാരിനെ പഴി ചാരാനായിട്ടല്ല നമ്മൾ ഈ സന്ദർഭം നമ്മൾ ഉപയോഗിക്കേണ്ടത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ശാസ്ത്രീയമായൊരു ഇടപെടൽ നിപ്പ വൈറസിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെ ഈ പ്രകൃതി ദുരന്തങ്ങളുടെ തലത്തിലും ശാസ്ത്രീയമായ ഇടപെടലുണ്ടാകണം. അല്ലെങ്കിൽ വീണ്ടും കേരളം ഇതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടും. അതിന് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിരിക്കും എന്നുള്ളതാണ് സത്യം. ഡോക്ടർ സി ജയകുമാർ, കേരളത്തിൽ ഈ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, അതായത് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയവ കൂടുതലായി സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയെന്ന് ഇതിനോടകം തന്നെ ഒരു സർവേ അല്ലെങ്കിൽ ഇതിനോടകം തന്നെ ഒരു വിവരശേഖരണം നടത്തിയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ഏത് തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആകാം, ഏത് ആകരുത്, ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ മനുഷ്യർക്ക് നടത്താം, ഏതൊക്കെ ആകരുത്, ഇങ്ങനെ കൃത്യമായ ഒരു മാനദണ്ഡമോ മാർഗനിർദ്ദേശമോ ഉണ്ടോ? അങ്ങനെ ബൈൻഡിംഗായി പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ ഇങ്ങനെയേ മനുഷ്യർ പെരുമാറാവൂ, ഇങ്ങനെയേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്ന ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകളുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അഭിലാഷ്, അങ്ങനെ ഒരു കാരണം നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു വലിയ പ്രശ്നമുള്ളത് നമ്മൾ എന്തിനേയും വളരെ അമിതമായി രാഷ്ട്രീയവൽക്കരിക്കും. അപ്പോൾ അതിൻ്റെ വലിയൊരു ദുരന്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കേരളത്തിൽ സെസ്സിൻ്റെ പഠനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നമുക്കറിയാം എവിടെയൊക്കെയാണ് നമുക്ക് ക്വാറികൾ എവിടെയാണുള്ളത്, എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് യൂസ് മാറ്റിയിട്ടുള്ളതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതിൻ്റെ വാട്ടർ ഷെഡ്സിലാണ് അല്ലെങ്കിൽ അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ ഒരു സമീപനത്തിൻ്റെ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആകാനായിട്ട് അത് ഈ ഗവൺമെന്റിനല്ല ഞാൻ പറയുന്നത്, ഒരു പൊതു ഇടപെടലിലേക്ക് വരാനായിട്ട് നമ്മൾ കേരളം മടിക്കുകയാണ്. കാരണം അത് വരുമ്പോഴേക്കും നമ്മൾ അന്യോന്യം പരസ്പരം കലഹിക്കാനും അന്യോന്യം കുറ്റപ്പെടുത്തുന്നതിലേക്കും പോവുകയാണ്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ കുറ്റപ്പെടുത്തലല്ല. ഇത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാനായിട്ട്. കാരണം നമ്മൾ 60 ഡിഗ്രിയിൽ ചെങ്കുത്തായ മേഖലകളിൽ ഒരു വീട് വെക്കുമ്പോൾ അത് പൊളിയാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ തന്നെ നമ്മൾ പറയുന്നത് വയനാടിന്റെ പടിഞ്ഞാറൻ മേഖലകളിലുള്ള കൂടുതൽ മഴ പെയ്തതിനെ കുറിച്ചാണ്. വയനാടിന്റെ കിഴക്കൻ മേഖലകളിൽ ഇപ്പോഴും ഈ പടിഞ്ഞാറൻ മേഖലകളിലുള്ള അത്ര മഴ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഈ സാഹചര്യത്തിലുള്ള ഒരു ഇടപെടലിന് ഇപ്പോഴും നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനോ അല്ലെങ്കിൽ ഒരു എന്ത് തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു രൂപരേഖയും സർക്കാരിൻ്റെ മുന്നിലുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ ഈ സർക്കാർ മാത്രമല്ല, കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ള രൂപീകരണങ്ങളെക്കുറിച്ചും നിയമനിർമ്മാണത്തിനെ കുറിച്ചും വളരെ അടുത്ത് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അത്തരത്തിലുള്ളൊരു കോംപ്രിഹെൻസീവ് പ്ലാൻ നമുക്ക് ഇപ്പോഴും ഇല്ല. മാത്രമല്ല ഇപ്പോൾ ഉള്ളത് നമ്മളൊരു 10-12 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ലാൻഡ് യൂസിലുള്ള വലിയ മാറ്റം പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 7 വർഷമായിട്ട് കേരളത്തിന്റെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് മലയോര പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള വലിയ ക്വാറിയുടെ മാറ്റത്തിന് നമുക്ക് പുതിയ പ്ലാനുകളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ സമയം വേണ്ടി വരും. അത് അത്തരത്തിലുള്ള ഒരു ഇൻകോർപ്പറേഷൻ നടന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. നമുക്കിപ്പം നിലവിൽ അങ്ങനെ ഒരു സംവിധാനം നമുക്കിന്നില്ല. റൈറ്റ്. ശ്രീ എസ് കെ സജീഷ്, ഇതല്ലേ സമയം? ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവൻ വളരെ പ്രധാനമാണ്. ശരിയാണ്, കേരളത്തിൽ ഭൂമി എന്നുള്ളതൊരു സെൻസിറ്റീവായ ഇഷ്യൂ ആണ്. ജനങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭൂമിയിലാണ്. അതുകൊണ്ട് ഭൂമിയുടെ വിനിയോഗവുമായി ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഏത് നിർദ്ദേശം വന്നാലും ഏത് നിയമനിർമ്മാണം വന്നാലും അത് ശക്തമായ പ്രതിഷേധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒക്കെ ഇടയാക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ ഇതിനെ കുറെ കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി സമീപിക്കേണ്ടതല്ലേ? പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളായി കാണാനും അതിന് തക്കവണ്ണമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുമേ അവിടെ പാടുള്ളൂവെന്നും ചൂഷണത്തിന് പരിധി വേണമെന്നും ഉള്ള തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും വ്യവസ്ഥകളും വരേണ്ട കാലമായില്ലേ? തീർച്ചയായും അഭിലാഷ്, പ്രകടന പത്രികയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള വിവിധ മിഷനുകൾ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സമ്പൂർണ്ണ വിദ്യാഭ്യാസ യജ്ഞവും ആരോഗ്യ മേഖലയിലെ ആർദ്രവും പോലെ തന്നെ പ്രാധാന്യമേറിയതാണ് ഹരിത കേരള മിഷൻ. അതിന്റെ ഭാഗമായി കേരളത്തിൽ എത്ര ഒഴുകാത്ത പുഴകൾ ഒഴുകാൻ തുടങ്ങി. കേരളത്തിൽ ഒഴുക്ക് നിലച്ചുപോയ ഒരുപാട് പുഴകൾ ഇപ്പോൾ ഒഴുകിയല്ലോ. പരിസ്ഥിതി പ്രവർത്തകർക്ക് അറിയാമല്ലോ, 6ഓളം പുതിയ പുഴകൾ ഒഴുക്ക് നിലച്ചുപോയ പുഴകളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞു. എത്ര മീറ്ററുകളാണ് തോടുകൾ, കനാലുകൾ, കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്റർ തോടുകൾ പുനഃസ്ഥാപിച്ചു, കനാലുകൾ പുനഃസ്ഥാപിച്ചു. ഏതാണ്ട് 20,000 കിണർ റീചാർജ് ചെയ്യാനും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു.
പിന്നെ വനഭൂമി ഈ പറഞ്ഞ പോലെയാണെങ്കിലും വനഭൂമിയുടെ വിസ്തൃതി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ മാത്രവുമല്ല കൃഷി വർദ്ധിച്ചു, 30,000 ഏക്കറിൽ അധികം കൃഷി വർദ്ധിച്ചു. അങ്ങനെയെല്ലാമുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങളെയെല്ലാം പോസിറ്റീവായി കാണേണ്ടതുണ്ട്. അങ്ങനെ കണ്ടുകൊണ്ട് തന്നെ കൂടുതൽ ഈ മിഷനുകൾ കൂടുതൽ കരുത്തോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. അതിനുള്ള പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാണാൻ വേണ്ടി കഴിയണം. ഇപ്പോൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ വീട്ടിൻ്റെ മുന്നിൽ നിന്നാൽ ഒരുപാട് പ്രദേശം ഇങ്ങനെ കാണാമായിരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ വെള്ളം നിറയുന്നത് കാണാമായിരുന്നു. ഇപ്പോൾ അണുകുടുംബമായതോടുകൂടി ഓരോ കുടുംബത്തിൽ നിന്നും വ്യത്യസ്തമായി അവിടെയൊക്കെ പുതിയ വീടുകൾ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ കേരളം മാറിയിട്ടുണ്ട്. വീടുകളുടെ എണ്ണം കൂടി, അണുകുടുംബമായി മാറി, കൂട്ടുകുടുംബങ്ങളില്ല. എല്ലാവരും പെട്ടെന്ന് പുതിയ വീടുകളിലേക്ക് മാറുന്നു. അങ്ങനെ ഓരോ പ്രദേശത്തും ജീവിക്കുന്നവർ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട രീതിയിൽ അവരുടേതായ ജീവിത രീതികളിൽ മാറ്റം വരുത്തുന്നു. ഇതെല്ലാം ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ കേരളത്തെ സംരക്ഷിക്കാൻ കഴിയണം. അതൊരു പൊതു കൂട്ടായ്മയാണ്. ആ പൊതു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് കേരളത്തിലെ സർക്കാർ. അതാണ് ഹരിത കേരള മിഷൻ. ആ മിഷന്റെ ഭാഗമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ഈ സർക്കാരിനോടൊപ്പം നിൽക്കുക, ഒരുമിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ നമുക്ക് കഴിയും. ശരി, ഈ പ്രശ്നങ്ങൾ ഒരു മനുഷ്യ നിർമ്മിത ദുരന്തവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഓരോ ദുരന്തവും നമ്മളെ സംബന്ധിച്ച് കണ്ണ് തുറപ്പിക്കലുകളാകേണ്ടതാണ്. നമ്മൾ പ്രകൃതിയോട് പെരുമാറുന്ന രീതി മാറ്റേണ്ട കാലമായിരിക്കുന്നു എന്ന കണ്ണ് തുറപ്പിക്കൽ. വളരെ നന്ദി ശ്രീ എസ് കെ സജീഷ്, ശ്രീ CM ജോയ്, ശ്രീ ഡോക്ടർ രാജൻ, ശ്രീ C ജയകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.